എൻ്റെ പ്രിയ ദൈവമക്കളെ, ഇന്ന് നമുക്ക് വിശ്വാസത്തെക്കുറിച്ച് എബ്രായർ 11:1 എന്തു പറയുന്നുവെന്ന് ശ്രവിക്കാം. എബ്രായർ 11:1 വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നു. ഈ അധ്യായത്തെ പലപ്പോഴും ഫെയ്ത്ത് ചാപ്റ്റർ അല്ലെങ്കിൽ ഹാൾ ഓഫ് ഫെയ്ത്ത് എന്ന് വിളിക്കുന്നു. പീഡനം നേരിടുകയും അവരുടെ വിശ്വാസം ഉപേക്ഷിക്കാൻ പ്രലോഭിക്കപ്പെടുകയും ചെയ്ത യഹൂദ ക്രിസ്ത്യാനികൾക്കാണ് ഇത് എഴുതുന്നത്. ഇത് വിശ്വാസത്തെ നിർവചിക്കുന്നു. പഴയ നിയമത്തിൽ നിന്നുള്ള വിശ്വസ്ത വ്യക്തികളുടെ ഉദാഹരണങ്ങൾ വിവരിക്കുന്നു. വിശ്വാസം എന്നത് കേവലം വിശ്വാസമല്ലെന്നും ആ വാഗ്ദാനങ്ങൾ അദൃശ്യമായിരിക്കുമ്പോഴും പൂർത്തീകരിക്കപ്പെടാത്തപ്പോഴും ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിലുള്ള വിശ്വാസമാണെന്ന് അത് ഊന്നി പറയുന്നു. വിശ്വാസം നമുക്ക് ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളിൽ ഉറച്ച വിശ്വാസം നൽകുന്നു. ആ വാഗ്ദാനങ്ങൾ ഇതുവരെ സാക്ഷാത്കരിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ദൈവം തൻ്റെ വാക്ക് നിറവേറ്റുമെന്ന ബോധ്യം അതിൽ ഉൾപ്പെടുന്നു. ദൈവത്തിൻ്റെ അസ്തിത്വം, അവൻ്റെ സ്വഭാവം, അവൻ്റെ ശാശ്വത വാഗ്ദാനങ്ങൾ തുടങ്ങിയ ആത്മീയ യാഥാർത്ഥ്യങ്ങളിൽ വിശ്വസിക്കുവാൻ വിശ്വാസം നമ്മെ പ്രാപ്തരാക്കുന്നു. അവ ഭൗതികമായി കാണുവാൻ കഴിയില്ലെങ്കിലും വിശ്വാസം നിഷ്ക്രിയമല്ല. അത് പ്രവർത്തനത്തെ പ്രചോദിപ്പിക്കുന്നു. പാത ദുഷ്കരമോ അനിശ്ചിതത്വമോ ആണെങ്കിൽ പോലും യഥാർത്ഥ വിശ്വാസം അനുസരണത്തിലേക്കും സ്ഥിരോത്സാഹത്തിലേക്കും നയിക്കുന്നുവെന്ന് അബ്രഹാം, നോഹ, മോശ എന്നിവരുടെ ഉദാഹരണങ്ങൾ തെളിയിക്കുന്നു. ദൈവത്തിലുള്ള ചലനാത്മകവും സജീവവുമായ വിശ്വാസമായി വിശ്വാസത്തെ മനസ്സിലാക്കുന്നതിനുള്ള അടിസ്ഥാനം ഈ വാക്യം സ്ഥാപിക്കുന്നു. അനിശ്ചിതത്വത്തിൻ്റെയും പ്രയാസങ്ങളുടെയും സമയങ്ങളിൽ ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങൾ മുറുകെ പിടിക്കണം. അവൻ്റെ വചനം വിശ്വാസയോഗ്യമാണെന്ന് മനസ്സിലാക്കണം. സാഹചര്യങ്ങൾ വിപരീതമായി തോന്നുമ്പോഴും ദൈവം നമ്മുടെ നന്മയ്ക്കായി പ്രവർത്തിക്കുന്നുവെന്ന് വിശ്വസിക്കുന്നത് വിശ്വാസത്തിൽ ഉൾപ്പെടുന്നു. കാഴ്ച കൊണ്ടല്ല, വിശ്വാസത്താൽ ജീവിക്കുക. നിങ്ങൾക്ക് പൂർണ്ണമായ ചിത്രം കാണാൻ കഴിയുന്നില്ലെങ്കിൽ പോലും മുന്നോട്ട് പോകുവാൻ വിശ്വാസം നിങ്ങളെ വെല്ലുവിളിക്കുന്നു. അത് ദൈവത്തിൻ്റെ പദ്ധതിയിലും സമയക്രമത്തിലും വിശ്വസിക്കുന്നതിനെ കുറിച്ചാണ്. അബ്രഹാം, മോശ, നോഹ എന്നിവരെ പോലെ ദൈവത്തിലുള്ള നമ്മുടെ ആശ്രയം അനുസരണയോടെ പ്രവർത്തിക്കാൻ നമ്മെ പ്രേരിപ്പിക്കുന്നു. അത് ധൈര്യത്തോടെ ഇറങ്ങിച്ചെല്ലുവാൻ, പരീക്ഷകളിൽ സഹിച്ചു നിൽക്കുവാൻ, മറ്റുള്ളവരെ സേവിക്കുവാൻ നമ്മെ സഹായിക്കും. വിശ്വാസം നമ്മുടെ ശ്രദ്ധ താൽക്കാലികവും ഭൗതികവുമായ ആശങ്കകളിൽ നിന്ന് ശാശ്വത യഥാർത്ഥങ്ങളിലേക്ക് മാറ്റുന്നു. ദൈവത്തിൻ്റെ വാഗ്ദാനങ്ങളുടെ ആത്യന്തിക നിവൃത്തിയിൽ ആശ്രയിച്ചുകൊണ്ട് സ്വർഗത്തെ വീക്ഷിച്ചുകൊണ്ട് ജീവിക്കാൻ അത് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്നേഹപിതാവേ, ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിൽ വളരാൻ കൂടുതൽ ആത്മവിശ്വാസത്തോടെയും ഉറപ്പോടെയും ജീവിക്കാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.